സ്വന്തമായി വീട് എന്ന ആഗ്രഹം സഫലമാക്കുന്ന അത്ഭുത മന്ത്രമാണിത്. തികഞ്ഞ ഭക്തിയോടെയും വിശ്വാസത്തോടെയും മാത്രം ചൊല്ലുക. പൂർണ്ണ ഫലം ലഭിക്കുവാൻ 108 തവണ 41 ദിവസം അടുപ്പിച്ച് ചൊല്ലുക. അതിശക്തമായ വരാഹ മന്ത്രമാണിത്. ഭൗതികമായ തടസ്സങ്ങൾ നീങ്ങാനും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളിൽ പരിഹാരം നേടാനും സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ഈ മന്ത്രജപത്തിലൂടെ സാധിക്കും. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശുദ്ധിയോടെയും ഭക്തിയോടെയും ഇരിക്കുന്നത് ഫലം വർദ്ധിപ്പിക്കും. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ 3ാമത്തെ അവതാരമാണ് വരാഹ അവതാരം. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ തട്ടിയെടുത്ത് പ്രളയജലത്തിൽ ഒളിപ്പിച്ചു. ഇത് കണ്ട ബ്രഹ്മാവ് വിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവിന്റെ നാസികയിൽ നിന്ന് ഒരു തള്ളവിരലിന്റെ അത്രയും വലുപ്പത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ നിമിഷ നേരം കൊണ്ട് ഒരു വലിയ പർവ്വതത്തോളം വളർന്നു. പകുതി മനുഷ്യനും പകുതി വരാഹവും ചേർന്ന രൂപമായിരുന്നു അത്. ഭഗവാൻ സമുദ്രത്തിന്റെ അടിയിൽ ചെന്ന് ഹിരണ്യാക്ഷനെ വധിക്കുകയും ഭൂമിദേവിയെ എടുത്ത് യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്തു. വരാഹത്തിന്റെ ഓരോ ശരീരഭാഗങ്ങളും ഓരോ യജ്ഞഭാഗങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഭഗവാനെ യജ്ഞവരാഹമെന്നും വിളിക്കുന്നു. പുലർച്ചെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുക. ജപത്തിനായി തുളസിമാലയോ രുദ്രാക്ഷമാലയോ ഉപയോഗിക്കാം. ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയുണ്ടാകാൻ ഇത് ഉത്തമമാണ്. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഉള്ള തടസ്സങ്ങൾ മാറാനും വസ്തുതർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും ഈ മന്ത്രം സഹായിക്കും. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപദതേ ഭൂപതിത്വം മേ ദേഹി ദദാപയ സ്വാഹ. മന്ത്രം ഒരിക്കൽ കൂടി: ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപദതേ ഭൂപതിത്വം മേ ദേഹി ദദാപയ സ്വാഹ. അർത്ഥം: ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും അധിപനായ വരാഹമൂർത്തിയായ ഭഗവാന് നമസ്കാരം. എനിക്ക് ഐശ്വര്യവും ആധിപത്യവും നൽകി അനുഗ്രഹിച്ചാലും.